AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വയോധികനെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. നേരത്തെ അറസ്റ്റിലായിരുന്ന മുഖ്യപ്രതി കൗശൽ ഷായുടെ കൂട്ടാളികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരിൽ നിന്നും 40ഓളം സിം കാർഡുകളും നിരവധി ATM കാർഡുകളും ചെക്ക് ബുക്കുകളും പോലീസ് പിടിച്ചെടുത്തു. കേസിൽ 3 പേരാണ് ഇതുവരെ പിടിയിലായത്. മുഖ്യപ്രതി കുശാൽ ഷായ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. AI തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ ഗുജറാത്ത് സ്വദേശി കൗശൽ ഷായ്ക്ക് തട്ടിപ്പിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തവരാണ് പിടിയിലായത്. മഹാരാഷ്ട്ര സ്വദേശികളായ അമൃഷ് അശോക് പട്ടേൽ, സിദ്ധേഷ് ആനന്ദ് കാർവെ എന്നിവർ സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും സംഘടിപ്പിച്ചു നൽകുകയും വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിർമ്മിക്കാൻ സഹായം നൽകുകയും ചെയ്തു. ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കോഴിക്കോട് സിറ്റി സൈബർ പോലീസും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. മൊബൈൽ ഫോണുകളും നമ്പറുകളും താമസസ്ഥലവും അടിക്കടി മാറുന്ന സംഘത്തെ ദിവസങ്ങൾ നീണ്ട ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ചൂതാട്ട കേന്ദ്രത്തിൽ നിന്നും പിടികൂടിയത്. നിരവധി ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തിയതായി പ്രതികൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. തട്ടിപ്പിന് ഉപയോഗിക്കുന്ന 6 മൊബൈൽ ഫോണുകൾ, 30ലധികം സിം കാർഡുകൾ, 10 ATM കാർഡുകൾ, ബാങ്ക് ചെക്ക് ബുക്ക് എന്നിവയും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. തട്ടിപ്പിന്റെ ആസൂത്രകനായ കുശാൽ ഷായ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇയാൾ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. എന്നാൽ മിക്ക കേസുകളിലും കുശാൽ ഷായെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണുകളില്ല. ഗുജറാത്തിലെ വിദൂര ഗ്രാമങ്ങളിലുള്ള കർഷകരുടെയും അക്ഷരാഭ്യാസം പോലുമില്ലാത്ത വയോധികരുടെയും പേരിലാണ് സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും. എന്നാൽ കോഴിക്കോട് നടന്ന തട്ടിപ്പിൽ കുശാൽ ഷായുടെ അക്കൗണ്ടിലേക്കാണ് ആദ്യ പണം പോയത്. അവിടെ നിന്നും ഗോവയിലെ ഗെയിമിംഗ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കും പിന്നീട് കേസിൽ നേരത്തെ പിടിയിലായ ഷെയ്ഖ് മുർസുവിന്റെ മകന്റെ അക്കൗണ്ടിലേക്കും പോയി. കുശാൽ ഷാ നിലവിൽ നേപ്പാളിലാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ ജൂലൈയിലാണ് കോഴിക്കോട് പാലാഴി സ്വദേശി രാധാകൃഷ്ണനിൽ നിന്നും 40,000 രൂപ തട്ടിയത്. ന്യൂസ് 18 കോഴിക്കോട്.